നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ ഞെട്ടിച്ച് വീണ്ടും കുവൈറ്റിന്റെ മറ്റൊരു നിർദ്ദേശം കൂടി പുറത്തുവന്നു. കുവൈറ്റിലെ സ്കൂളുകളിൽ ഡിപ്പാർട്ട്മെന്റ് മേധാവികളായി ജോലി ചെയ്യുന്ന 200-ലധികം പ്രവാസികളെ അധ്യാപകരായി തരം താഴ്ത്തും. രണ്ടാം സെമസ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഇവരെ അധ്യാപകരായി തരം താഴ്ത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. രണ്ടാം സെമസ്റ്ററിന്റെ തുടക്കത്തിലും അർദ്ധവാർഷിക അവധിക്ക് ശേഷവും സൂപ്പർവൈസർ തസ്തികകളിൽ ജോലി ചെയ്യുന്ന 200-ലേറെ പ്രവാസി അധ്യാപകരെ വിദ്യാഭ്യാസ മന്ത്രാലയം തത്സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കുവൈറ്റ് സൂപ്പർവൈസറി തസ്തികകളിലേക്ക് സ്വദേശികളെ നിയമിക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് ഈ നീക്കം. പ്രവാസികൾ കൈകാര്യം ചെയ്തിരുന്ന ഈ ജോലികൾ സ്ഥാനക്കയറ്റത്തിനായി ഊഴം കാത്തിരിക്കുന്ന കുവൈറ്റ് പൗരന്മാർക്ക് നൽകുമെന്ന് അൽ അൻബ പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ പ്രവാസികൾ അധ്യാപകർ എന്ന നിലയിൽ അവരുടെ മുൻ ജോലികളിലേക്ക് മടങ്ങുമെന്ന് വൃത്തങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഇതിനനുസൃതമായി തന്നെ അവരുടെ ശമ്പളത്തിലും കുറവുണ്ടാകുമെന്നാണ് സൂചന. വർഷങ്ങൾക്ക് മുമ്പ് പ്രൊമോഷൻ ഇന്റർവ്യൂ വിജയകരമായി വിജയിച്ച നിരവധി കുവൈറ്റ് അധ്യാപകരുണ്ടെന്നും അവർക്ക് അവസരം നൽകാൻ മന്ത്രാലയത്തിന് ബാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി സ്വീകരിച്ചത്. അവരുടെ അഭിലാഷങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കാനും വിദ്യാഭ്യാസ പ്രക്രിയയെ സേവിക്കുന്നതിൽ അവരുടെ ലക്ഷ്യം കൈവരിക്കാനും അവർക്ക് വഴിയൊരുക്കേണ്ടതായുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞതായി പത്രം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതുകൂടാതെ സ്വദേശികളുടെ തൊഴിൽ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ കുവൈറ്റ് നടപ്പാക്കുന്ന സ്വദേശിവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഈ നടപടി പുറത്തുവന്നത്. നേരത്തെ വിവിധ മേഖലകളിൽ ഘട്ടം ഘട്ടമായി സ്വദേശിവൽക്കരണം നടപ്പിലാക്കാനും വിദേശി ജീവനക്കാരെ പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും അധികൃതർ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സിവിൽ സർവീസ് കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിവിധ മന്ത്രാലയങ്ങൾ കുവൈറ്റൈസേഷൻ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ ആരോഗ്യ മന്ത്രാലയം പോലുള്ള സ്വദേശി ജീവനക്കാരെ ആവശ്യത്തിന് ലഭ്യമല്ലാത്ത മേഖലകളിലും ക്ലീനിംഗ് പോലുള്ള ശമ്പളം തീരെ കുറഞ്ഞ ജോലികളിലും മാത്രമാണ് പ്രവാസികളെ നിലനിർത്തുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.